ഗൈസ് ഞങ്ങളിപ്പോൾ നേവിയുടെ ഡെമോ കാണാൻ പോവാണ്. അപ്പം ഞങ്ങളിപ്പം ബസ്സേ വന്ന് എവിടെയോ വന്ന് ഇറങ്ങി. ഇത് എവിടെയാ? ഡൊമസ്റ്റിക് എയർപോർട്ട്, ഓൾ സെയിന്റ് കോളേജ് ജംഗ്ഷൻ ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ അവിടെ വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഞങ്ങൾ നമിത പറഞ്ഞു ഇവിടെ എങ്ങാണ്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ പോയി കാണാം, മറ്റടുത്ത് തിരക്കായിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണം ഗൈസ്. അതെ ഗൈസ്, നമ്മൾ ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ കാണാനായിട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്നെടുത്ത തീരുമാനമായിട്ട് പാസ്സൊന്നും നമുക്ക് ഒപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ എന്തായാലും പോയേക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ എന്ന് ഓർത്ത് ഞങ്ങളെല്ലാം കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ KSRTC ബസ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബസ്സിന് പോയി ശംഖുമുഖത്ത് ഇറങ്ങി. ശംഖുമുഖത്ത് നിന്ന് നേവിയുടെ സ്പെഷ്യൽ ബസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന് ഞങ്ങൾ പോയിന്റിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ കാണുന്ന എൻട്രി എന്ന് പറയുന്നത് നേരിട്ട് പാസ്സുള്ളവർക്ക് ഇരുന്ന് കാണാനായിട്ടുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് 2 ഏരിയാസിലായിട്ട് തിരിച്ചിട്ടുണ്ട് കാണാനായിട്ട്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് തീരുമാനിച്ചു അവിടെ പോയി ഇടിച്ചു കുത്തി വെയിലത്ത്. ഞങ്ങൾ എന്തായാലും 2:30 ആയപ്പോൾ എത്തി, നേരത്തെ ചെന്ന് നല്ല സ്പോട്ട് പിടിക്കാൻ. അപ്പോൾ എത്തിയോണ്ട് ഞങ്ങളങ്ങനെ പോയില്ല. പക്ഷേ ഞങ്ങളുടെ അവസ്ഥ കണ്ട് അവിടെ അടുത്തുള്ളൊരു വീട്ടിലെ ചേട്ടൻ ഞങ്ങളെ അവരുടെ ടെറസിൽ നിന്ന് കാണാൻ സമ്മതിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നല്ല വ്യൂവിൽ കണ്ടു. അപ്പോൾ അത്രയും നേരത്തെ അലച്ചില്ല ടയേർഡായിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. നമ്മളെന്നാലും വി ആർ സോ എക്സൈറ്റഡ് നമുക്ക് സംഭവം എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഞങ്ങൾ 2:30 എത്തിയ സംഭവം തുടങ്ങുന്നത് 4:30-5 മണി ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം അത്രയും നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ടെറസിൽ നമുക്ക് സ്ഥലം കിട്ടി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അടിപൊളിയായിട്ട് സംഭവം കണ്ട് ഗൈസ്. ഇനി നിങ്ങൾ പോയി കണ്ടിട്ട് വാ.
കഴിഞ്ഞ് കുറേ നേരം ലൈറ്റ് ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷിപ്പിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് പിന്നെ ഗംഭീര വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാണാൻ നിന്നില്ല. നമുക്ക് നേരത്തെ ഹോസ്റ്റലിൽ കയറണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഇറങ്ങുകയാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ഷോ കാണാനായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം ഞങ്ങൾ കോട്ടോറൊക്കെ കഴിഞ്ഞിട്ട് ഞാനും നമിതയുണ്ട്, ഹസ്നയുണ്ട്, ഹർഷയുണ്ട്, ചീനയുണ്ട്. നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. കൂട്ടത്തിൽ നമ്മളിപ്പോൾ പരിചയപ്പെട്ട ചേട്ടനാണ്. എടാ മോനെ, ചാനലിന്റെ പേരെന്താ? സ്പോട്ട്ലൈറ്റ് ക്രിയേഷൻ ചാനൽ. നമ്മളിപ്പോ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ വന്നിട്ട് അതിൽ തന്നെ അടിപൊളിയായിട്ട് കാണാൻ പറ്റി. ഇവിടെ വന്നപ്പോഴത്തേന് നമ്മൾ വിഷമിച്ചിരിക്കുകയായിരുന്നു, നല്ല വെയിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചേട്ടൻ നമ്മൾ ആ ചേട്ടൻ്റെ വീടിൻ്റെ അവരുടെ കടയുടെ മുകളിലത്തെ ടെറസ് നിർത്തി കാണിച്ചു കേട്ടോ. കുറച്ചു പേരുണ്ടായിരുന്നു. എനിക്കൊന്ന് താഴെ നിന്ന് കാണുന്നതിലും ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി. ഇഷ്ടപ്പെട്ടോ ഹസൻ? ഹാപ്പി ആയില്ലേ? ഇനി നമ്മള് ബസ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. തിരക്ക്, നല്ല തിരക്ക്. അതിന് മുമ്പ് ഞങ്ങൾക്ക് എങ്ങനെയും ബസ് കയറി ഹോസ്റ്റലിൽ കയറണം. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങിക്കൂടെ, ഞങ്ങൾ പോയി നോക്കട്ടെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എല്ലാ വണ്ടിയും ഇടിച്ച് നിറഞ്ഞ വരുന്നു. ബസ്സൊന്നുമില്ല, എല്ലാ ബസ്സിലും നിറഞ്ഞ ആളാണ്. ഒന്നും കിട്ടില്ല. ഞങ്ങൾ കുറേ നടന്നു. എന്നിട്ട് ഇപ്പം ഞങ്ങൾ ഇവിടെ ബ്രാമോസ് എയറോസ്പേസ് അവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ ബസ്സില്ല, കുറേ ബസ് വരുന്നുണ്ട്. എല്ലാം നേരത്തെ തന്നെ ആൾ നിറഞ്ഞിടിച്ച് തൂങ്ങിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നിൽക്കാനുണ്ട്. ഒരു 3 മണിക്കൂറായി, ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. ഊബർ നോക്കി, ഊബർ ഒന്നും വരുന്നില്ല ഇങ്ങോട്ട്. ഇപ്പം ഞങ്ങൾ പിന്നെ നോക്കിയപ്പോഴത്തേനും ഇപ്പോൾ ഒരെണ്ണം കാണിച്ചു. 2 ഊബർ ക്യാൻസൽ ചെയ്ത്. ഇനി ഇത് വരുമോയെന്ന് അറിയത്തില്ല. വന്നു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തും. എന്താ അവസ്ഥ എന്നറിയില്ല ഗൈസ്. ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ ഇരിക്കുക. ഇപ്പം തോന്നുന്നു വന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ബുദ്ധിമുട്ടിലങ്ങ് പോയി.